ഹരി ഓം. ലളിതാസഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം തുടരുന്നു. നിസ്തൂല നീലചിഗുര നിരാപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്തി സുഖപ്രദാം. നിസ്തൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായിട്ട് ആരുമില്ലാത്തവൾ. എല്ലാവരും ദേവിക്ക് താഴെയാണ്. ദേവിക്ക് തുല്യമായിട്ടോ ദേവിക്ക് മുകളിലായിട്ടോ ആരും തന്നെയില്ല. നീലചിഗുര നന്നായി കറുത്ത തലമുടിയോട് കൂടിയവൾ. നിരപായ അപായം, അതായത് നാശമില്ലാത്തവൾ. എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. എന്നാൽ ദേവിയാവട്ടെ ഒരിക്കലും നശിക്കാത്ത പൂർണ്ണ ചൈതന്യത്തോടുകൂടി നിലകൊള്ളുന്നവളാണ്. നിരത്തിയ അതിക്രമമില്ലാത്തവൾ. ദുർലഭ എളുപ്പത്തിൽ ലഭിക്കപ്പെടാൻ കഴിയാത്തവൾ. അത് നമ്മളുടെ സാധനാ മണ്ഡലത്തിൽ നമ്മൾ ഉപാസന ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദേവിയെ ലഭിക്കുകയുള്ളൂ. പെട്ടെന്നൊന്നും ദേവി എന്തില്ല, നമ്മളിൽ പ്രസാദിക്കുകയില്ല. ദുർഗമ എളുപ്പത്തിൽ പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സാധനയുടെ ബലം കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മളുടെ സാധന നല്ല രീതിയിൽ സാധനയിൽ നിരന്തര അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് ദേവിയെ ലഭിക്കുകയുള്ളൂ. ദുർഗ സമീപിക്കുവാൻ പ്രയാസമുള്ളവർ. ദുർഗ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം സമീപിക്കുവാൻ പ്രയാസമുള്ളവർ. അതുപോലെ തന്നെ ദുർഗമൻ എന്ന അസുരനെ വധിച്ചവൾ എന്നും ഒരർത്ഥമുണ്ട്. ദുഃഖഹന്ത്രി ദുഃഖത്തെ നിശേഷം നശിപ്പിക്കുന്നവൾ, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. സുഖപ്രദ ഇഹത്തിലും പരത്തിലും സർവസുഖങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ, എല്ലായിടത്തും സർവസുഖങ്ങളും നൽകുന്നവൾ. ദുഷ്ടദൂര ദുരാചാരശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത. ദുഷ്ടദൂര ദുഷ്ടന്മാരിൽ നിന്ന് ദൂരത്തായിരിക്കുന്നവൾ, അതായത് ദുഷ്ടന്മാരുടെ അടുത്ത് നിന്ന് ദൂരെ ഇരിക്കുന്നവൾ. അതായത് ദുഷ്ടന്മാർക്ക് ഒരിക്കലും ദേവിയെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ദേവിയുടെ സമീപത്തേക്ക് ദുഷ്ടന്മാർക്ക് ചെല്ലാൻ സാധിക്കില്ല. ദേവി എന്താണ്, ദുഷ്ടന്മാരെ ദൂരെ അകറ്റിയവളാണ്. ദുരാചാരശമി ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവൾ, ദുരാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവൾ. ദോഷവർജിത രാഗ ദ്വേഷാദി ദോഷങ്ങളില്ലാത്തവൾ. സർവജ്ഞ സർവ്വതിനെ പറ്റിയും പരിപൂർണ ജ്ഞാനമുള്ളവൾ. അല്ലേ, സാധാരണ മനുഷ്യരെ, നമ്മളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നിനെക്കുറിച്ചും പൂർണ്ണമായിട്ട് അറിവില്ല. എന്നാൽ ദേവിയാവട്ടെ പരിപൂർണ അറിവുള്ളവളാണ്. എല്ലാ പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ചും എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും അറിവുള്ളവളാണ് ദേവി. സാന്ദ്രകരുണ വളരെയധികം തിങ്ങിയിരിക്കുന്ന കരുണയോടുകൂടിയവൾ, വളരെയധികം കാരുണ്യത്തോട് കൂടിയവൾ. ദേവിയുടെ ആ പുഞ്ചിരിയിൽ തന്നെയുണ്ട് ഭക്തന്മാർക്കുള്ള കാരുണ്യം, ഭക്തന്മാരോടുള്ള കാരുണ്യം, വളരെയധികം കാരുണ്യത്തോട് കൂടിയവൾ. സമാനാധികവർജിക തനിക്ക് തുല്യയായോ ഉപരിയായോ യാതൊരാളും ഇല്ലാത്തവൾ. സർവശക്തിന്മയി സർവമംഗളാ സദ്ഗതിപ്രദാം സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി. സർവശക്തിമയി എല്ലാ ദേവീദേവന്മാരുടെയും ശക്തിയുടെ സ്വരൂപമായവൾ. സർവമംഗള എല്ലാ മംഗളകാര്യങ്ങളും ഒത്തുചേർന്നവൾ. സൽഗതിപ്രദ തൻ്റെ ഭക്തന്മാർക്ക് സൽഗതിയാകുന്ന മോക്ഷത്തെ കൊടുക്കുന്നവൾ. അതായത് തൻ്റെ ഭക്തന്മാരെ, തന്നെ ഉപാസിക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കുന്നവൾ. സർവേശ്വരി സർവപ്രപഞ്ചങ്ങളുടെയും ഈശ്വരിയായവൾ, അതീശ്വരിയായവൾ. സർവമയി സർവസ്വരൂപിണി ആയിട്ടുള്ളവൾ. സർവമന്ത്രസ്വരൂപിണി സർവമന്ത്രങ്ങളുടെയും സപ്തകോടി മഹാമന്ത്രങ്ങളുടെയും സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ. സർവമന്ത്രങ്ങളും ആയിട്ടവൾ, സർവമന്ത്രങ്ങളുടെയും സ്വരൂപത്തോട് കൂടിയിരിക്കുന്നവൾ, സപ്തകോടി മഹാമന്ത്രങ്ങളുടെ സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ. സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർ മൃഡപ്രിയ. സർവയന്ത്രാത്മിക എല്ലാ രക്ഷാകവചങ്ങളുടെയും സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ, സർവയന്ത്രങ്ങളുടെയും സർവ രക്ഷാകവചങ്ങളുടെയും സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ. സർവതന്ത്രരൂപ ആരാധനപരമായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളുടെയും രൂപത്തിലുള്ളവൾ. മനോന്മനി
മനോന്മയൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവൻ്റെ ശക്തിയായിട്ടുള്ളവൾ. മാഹേശ്വരി, എല്ലാറ്റിൻ്റെയും ഈശ്വരനായ പരമശിവൻ്റെ പത്നിയായവൾ. മഹാദേവി, എല്ലാ ദേവീദേവന്മാരിലും വെച്ച് മഹത്തായവൾ. മഹാലക്ഷ്മി, വിഷ്ണു പത്നിയായ മഹാലക്ഷ്മിയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ. അത് കോലാപുരേശ്വരി എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. മൃഡപ്രിയ, മൃഡൻ്റെ പ്രിയയായിരിക്കുന്നവൾ. മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ നാമമാണ് മൃഡൻ. മൃഡപ്രിയ, മൃഡൻ്റെ പ്രിയയായിരിക്കുന്നവൾ. മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തിർ, മഹാരഥി. മഹാരൂപ, മഹത്വം ബൃഹത്വമായിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ. മഹാപൂജ്യ, അതായത് മഹാപൂജ്യന്മാരായ വിഷ്ണു ശിവ ബ്രഹ്മാദികളാൽ പൂജിക്കപ്പെടുന്നവൾ. അത് എല്ലാവരും പൂജിക്കുന്നവൾ, സർവ പൂജിതയായിരിക്കുന്നവൾ. മഹതിയായും പൂജയായി ഇരിക്കുന്നവൾ. മഹാപാതകനാശിനി, മഹാപാതകങ്ങളെ നശിപ്പിക്കുന്നവൾ. മഹാപാതകനാശിനി, അതായത് ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലെയുള്ള എല്ലാ മഹാപാപങ്ങളെയും നശിപ്പിക്കുന്നവൾ. ബ്രഹ്മഹത്യ, സുരപാനം, മോഷണം, ഗുരുതൽപഗമനം ഇവ ചെയ്തു വരുമായുള്ള സംസർഗം എന്നിവയാണ് പഞ്ചമഹാപാപങ്ങൾ. അപ്പോൾ ആ പഞ്ചമഹാപാപങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശക്തിയുള്ളവൾ. മഹാമായ, മഹാശക്തിമത്തായ വിഷ്ണു മായയുടെ രൂപത്തിലുള്ളവൾ. മഹാസത്വ, മഹത്തായ സത്യഗുണത്തോട് കൂടിയവൾ. മഹാശക്തി, അതിരില്ലാത്ത മഹത്തായ ശക്തിയുടെ രൂപത്തിലുള്ളവൾ. മഹാരഥി, അതിരില്ലാത്ത ആനന്ദത്തിൻ്റെ സ്വരൂപത്തിലിരിക്കുന്നവൾ. അപ്പോൾ ദേവി സദാസമയം ആനന്ദമാണ് ദേവിയുടെ മുഖമുദ്ര. സദാസമയം ദേവി ആനന്ദത്തിലാണ് ഇരിക്കുന്നത്. മഹാഭോഗ, മഹേശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധിർ, മഹായോഗീശ്വരേശ്വരി. മഹാഭോഗ, മഹത്തായ ഭോഗങ്ങളോട് കൂടിയവൾ. ഭോഗങ്ങളെ പറഞ്ഞ സുഖങ്ങളാണ്. ധനം, സമ്പത്ത്, അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും തോടും കൂടിയിരിക്കുന്നവൾ. മഹേശ്വര്യ, വർദ്ധിച്ച ഐശ്വര്യത്തോട് കൂടിയിരിക്കുന്നവൾ. മഹാവീര്യ, വർദ്ധിച്ച പരാക്രമത്തോടു കൂടിയവൾ. മഹാബല, വർദ്ധിച്ച ബലത്തോടു കൂടിയവൾ. അതായത് സൈന്യം, ഗന്ധം, രസം, രൂപം തുടങ്ങിയവയാണ്. അതായത് വലിയ സൈന്യമുള്ളവൾ, മഹാബലത്തോട് കൂടിയിരിക്കുന്നവൾ. മഹാബുദ്ധി, വളരെ വർദ്ധിച്ച ബുദ്ധിശക്തിയോട് കൂടിയവൾ. മഹാസിദ്ധി, മഹാസിദ്ധികളുടെ രൂപത്തിൽ ഇരിക്കുന്നവൾ. മഹായോഗീശ്വരേശ്വരി, മഹായോഗീശ്വരന്മാരുടെ ഈശ്വരിയായവൾ. യോഗികളെ എന്ന് പറഞ്ഞാൽ ഉപാസന കൊണ്ട് ദേവിയെ ആരാധിച്ച് സ്വയം ദേവിയുടെ ആ പരമമായ ആനന്ദത്തിൽ ഇരിക്കുന്നവളാണ് യോഗീശ്വരന്മാർ. അപ്പോൾ അവരുടെയെല്ലാം ഈശ്വരിയായിട്ട് വർത്തിക്കുന്നവൾ, ഈശ്വരിയായിരിക്കുന്നവൾ. മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹസ്സന, മഹായാഗക്രമാരാധ്യ, മഹാഭൈരവപൂജിത. മഹാതന്ത്ര, സ്വയം മഹത്തായ തന്ത്രങ്ങളുടെ സ്വരൂപമായവൾ. മഹാമന്ത്ര, മഹാമന്ത്രമാകുന്ന ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ സ്വരൂപത്തിൽ ഉള്ളവൾ. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ. മഹായന്ത്ര, മഹായന്ത്രമാകുന്ന ശ്രീചക്രത്തിൻ്റെ സ്വരൂപത്തിലുള്ളവൾ. ഏറ്റവും ശ്രേഷ്ഠമായ യന്ത്രമാണ് ശ്രീചക്രം എന്ന് പറയുന്ന ആ ശ്രീചക്രത്തിൻ്റെ സ്വരൂപത്തിലിരിക്കുന്നവൾ. മഹാസന്ന, മഹത്തായ ക്ഷിത്യാദി 36 തത്വങ്ങളാകുന്ന ആസനങ്ങളോട് കൂടിയവൾ. മഹായാഗക്രമാരാധ്യ, മഹായാഗങ്ങളുടെ ക്രമത്താൽ ആരാധിക്കപ്പെടുന്നവൾ. സ്വാധ്യായം, അഗ്നിഹോത്രം, അതിഥിസൽക്കാരം, പിതൃതർമ്മം, ഭൂതബലി എന്നിവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ. അപ്പോൾ ആ മഹായാഗങ്ങളുടെ ക്രമത്താൽ ആരാധിക്കപ്പെടുന്നവൾ. മഹാഭൈരവ പൂജിത, മഹാഭൈരവനാൽ, ഭൈരവൻ പറഞ്ഞ ശിവനാണ്, മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ, ആരാധിക്കപ്പെടുന്നവൾ.